യുവതിയുടെ മൊഴി പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നാണ് കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, വിലയിരുത്തിയിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ 3 കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ കേസായിരുന്നു ഇതെന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ കോടതി പരാമർശിച്ചിരിക്കുന്നത്? അതായത് ഹൈക്കോടതി ജഡ്ജ് കൗസർ അടപ്പകത്ത് അദ്ദേഹത്തിൻ്റെ സുപ്രധാന വിധികളിൽ ഒന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. അതായത് ഇതേപോലുള്ള ആയിരക്കണക്കിന് വ്യാജ പരാതികളെല്ലാം തന്നെ ഇനി പോലീസ് സ്റ്റേഷനിൽ എടുത്ത് വലിച്ചെറിയേണ്ടി വരും. അങ്ങനെയുള്ളൊരു വിധിയാണ് ഇപ്പം സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് നാഗരത്നയുടെ വിധി, ലേറ്റസ്റ്റായി വിധി പ്രകാരം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് തമ്മിൽ തെറ്റുകയും തെറ്റിയ ശേഷം പിന്നീട് അത് കുറ്റക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യായങ്ങൾ ഒരു കാരണവശാലും നിലനിൽക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിവാഹിതയായ ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരു പരപുരുഷനോടൊപ്പം പോയിട്ട് അവർ മാത്രം മാന്യ എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ട ആള് മോശക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിൽ ബലാത്സംഗ കേസുകൾ ഒരിക്കലും നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ ഗർഭമുണ്ടായി കഴിഞ്ഞാൽ അത് ഗർഭചിത്രം നടത്തുന്നത് അതും അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. പരസ്പര സമ്മതത്തോടെ ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈ കേസിൽ പറയുന്നത് അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗർഭചിത്രം നടത്തിയെന്നാണ്. ഇതിനകത്ത് ഏറ്റവും സുപ്രധാനമായ രേഖ ഹാജരാക്കിയിട്ടുള്ളത് ഗർഭചിത്രം നടത്തിയത് ആ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നുള്ളതാണ്. ആദ്യത്തെ 2025 മാർച്ച് മാസത്തിലാണ് പാലക്കാട് ഫ്ലാറ്റിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റ് മൂന്ന് തവണയോളം 3 ദിവസങ്ങളിലായി 3 തവണയോളം ആ കുട്ടിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ സമയത്ത് പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടാണ്. പാലക്കാടുള്ള ഒരു BJP നേതാവിൻ്റെ ഭാര്യയും ഒരു പ്രമുഖ ചാനലിൻ്റെ അവതാരികയുമായ പത്രപ്രവർത്തകയുമായ അന്നൊന്നും അവർക്ക് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് അവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ്. ക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം വീണ്ടും അവരെ നഗ്ന വീഡിയോ എടുത്ത് ഭീഷണിപ്പെടുത്തി അവരെ വീണ്ടും ഉപയോഗിച്ചു എന്നാണ്. അപ്പം ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനിവർ 2-3 തവണ പോയി എന്നുള്ളതാണ്. അല്ല, ആദ്യത്തെ തവണ തന്നെ അവർ പോയി എന്ന് പറയുന്നതോടുകൂടി തന്നെ അവരുടെ പരാതി കഴിഞ്ഞു. അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയിരിക്കുന്നത്. ഇവർ തമ്മിൽ അടുത്ത ബന്ധമാണ്, ഭർത്താവുമായിട്ടുള്ള അകൽച്ചയാണെന്ന് പറഞ്ഞിട്ട് ഇവർ എന്തിനാണ് സെക്ഷലി ബന്ധപ്പെടാൻ പോകുന്നത്? അവരൊരു പത്രപ്രവർത്തകയല്ലേ, അവർക്ക് നിയമം അറിയില്ലേ? അപ്പോഴൊന്നും ബലാത്സംഗമില്ല. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് ബലാത്സംഗത്തോടെ വലിയതുറ പോലീസ് കേസെടുത്തത്. പിന്നെ നേമം പോലീസ് സ്റ്റേഷനിൽ മാറ്റി. അപ്പോൾ ഈ കേസുകളിലൊക്കെ തന്നെ അവസാനം കാണുന്നത് പിണറായി വിജയൻ നേരിട്ട് ഇടപെടുന്നതാണ്. ഇതിൽ എന്തുകൊണ്ട് കൺസേൺഡ് പെൺകുട്ടി, നിയമം അറിയുന്ന പെൺകുട്ടി, നിയമത്തിനോട് പോരാടുന്ന പെൺകുട്ടി, പത്രപ്രവർത്തകയായ പെൺകുട്ടി, നാട്ടിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പലർക്കും വേണ്ടി മാതൃകയാവേണ്ട പെൺകുട്ടി അന്ന് പരാതി കൊടുത്തില്ല? ഇവിടെയാണ് ഒരു ഗൂഢാലോചന ഫീൽ ചെയ്യുന്നത്. പിണറായി വിജയൻ നേരിട്ട് ക്ലിഫ് ഹൗസ് വെച്ച് കാണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അത്രയും എങ്ങനെയാണ് ബന്ധം ഉണ്ടാവുന്നത് ഈ കേസിൽ? ഒരു പോലീസ് സ്റ്റേഷനിൽ പ്രാഥമികമായി പരാതി കൊടുക്കാതെ ഉണ്ടായിട്ടുള്ള ഈ പരാതി തന്നെ അത് നിലനിൽക്കില്ല. പിന്നീട് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കാണുന്നു, എല്ലാ സൗകര്യങ്ങളോട് കാണുന്നു. അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നു. ഇവിടെ എത്ര പെൺകുട്ടികളുണ്ട്, എത്രയോ പെൺകുട്ടികൾ സത്യസന്ധമായ പരാതികൾ പോലീസ് സ്റ്റേഷൻ കിടക്കുന്നു. അതൊന്നും അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമില്ല. പകരം ഒറ്റ ദിവസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന മാത്രമല്ല, പ്രതികാരം കൂടിയാണ്. പിണറായി വിജയനെ ഏറ്റവും അധികം ശക്തമായി എതിർത്തിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. പച്ചയ്ക്ക് എടോ പിണറായി വിജയ എന്ന് മുഖത്ത് നോക്കി വിളിക്കുന്ന മാതിരി പറഞ്ഞിട്ടുള്ള ആളാണ്. താങ്കൾക്ക് എന്താ ഇത്ര പ്രത്യേക? ഗോപാലകൃഷ്ണ താങ്കൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പത്ര സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററെ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച, മാതൃഭൂമിയുടെ എഡിറ്ററെ വിളിച്ച പിണറായി വിജയനെ എടോ പിണറായി വിജയ എന്ന് വിളിച്ചതാണ് പിണറായി വിജയനുണ്ടായുള്ള വിരോധം. അതിന് വേണ്ടിയിട്ടാണ് ഒറ്റ ദിവസം കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുമ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ ഇതേപോലെ പരാതി കൊണ്ടുവന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് CBI എൻക്വയറിക്ക് പിടികുട്ടാപ്പള്ളിയായ സരിതയെ ഓഫീസർക്ക് വരുത്തി പരാതി എടുത്തിട്ടുള്ള ആളും അത് അന്ന് തന്നെ CBI എൻക്വയറി പ്രഖ്യാപിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എത്രമാത്രമാണ് ഒരു പ്രതികാരം കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പിണറായി വിജയൻ എന്താണോ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ
രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപയോഗിച്ചു. പക്ഷെ ചീറ്റിപ്പോവാൻ കാരണം രാഹുൽ മാങ്കൂട്ടം വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഇതിൽ ഏതെങ്കിലും നിയമപരമായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നേരിടാൻ നിയമങ്ങൾ പഠിച്ചു വെച്ചിരുന്നു. ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ സുപ്രീം കോടതി വിധി പ്രകാരം ഈ കേസേ നിലനിൽക്കുകയില്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇത്തരത്തിൽ പെൺകുട്ടികൾ കാട്ടിക്കൂട്ടുന്ന പ്രതികാരം തീർക്കാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങൾക്ക് തിരിച്ചടി കൊടുക്കുന്ന ഒരു തെളിവുകൾ കൃത്യമായി ഉണ്ടായതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തൊടാൻ പറ്റിയില്ല. അദ്ദേഹം ആദ്യം ഒളിവിൽ പോയി. നമുക്കറിയാം, പാലക്കാട് നിന്ന് മുങ്ങി അദ്ദേഹം കർണാടകയിലും തമിഴ്നാട്ടിലും പോയി താമസിച്ചു. ഇവിടെയൊക്കെ പോലീസ് വേട്ടയാടി. അവസാനം അദ്ദേഹത്തിന് തിരുവനന്തപുരം കോടതി ജാമ്യം നിശ്ചയിച്ചു. അങ്ങനെ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ഈ കേസിൽ. അപ്പോൾ ഈ കേസിലും അദ്ദേഹത്തിന് സുപ്രധാനമായ വിധിയാണ് വന്നിരിക്കുന്നത്. ഇനി മേലിലൊരു പെൺകുട്ടി കള്ളക്കേസുമായി കോടതിയിൽ പോകാൻ പറ്റാത്ത വിധത്തിലായിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താ അറിയാമോ? പിണറായി വിജയന് കിട്ടിയ തിരിച്ചടി കേരളത്തിൽ അദ്ദേഹം നടത്തിയുള്ള പ്രതികാര രാഷ്ട്രീയത്തിനെതിരെയുള്ള തിരിച്ചടിയാണ്. ഇതിൽ ഗൂഢാലോചനയിലെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് പെൺകുട്ടി മാത്രമല്ല, അതിന് പിന്തുണ കൊടുത്ത് പെൺകുട്ടിക്ക് ഇത്ര പ്രേരണ കൊടുത്ത മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ ആള് എന്ന് പറയുന്നത്. നമ്മൾ ഈ വാളയാർ വിഷയമുണ്ടല്ലോ, അതിൽ ആ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആൾക്കാരല്ലേ ഇവര്? അതായത് വാളയാർ കേസിൽ CPM നേതാക്കന്മാരാണ് പ്രതികളായുള്ളത്. ഒരു പാവപ്പെട്ട പ്രായപൂർത്തിയാകാത്ത SC/ST പെൺകുട്ടികളെയാണ് അവിടെ പീഡിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ പെൺകുട്ടികളെ, ചെറിയ കുട്ടികളെ തൂക്കിക്കൊന്നിട്ടുള്ള ആൾക്കാരാണ് അവർ. അത് കൃത്യമായി തെളിവുകൾ ഉണ്ടായിട്ടും അതെല്ലാ തെളിവുകളും നശിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് അവർ. എന്തിനാ കവിയൂർ കേസിൽ പാവപ്പെട്ട നാരായണ നമ്പൂതിരിയുടെ മകളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹെഡ് വെയ്റ്റ്സ് അല്ലേ, അവരുടെ മക്കളല്ലേ ബലാത്സംഗം ചെയ്തിട്ടുള്ളത്? അതിൻ്റെ കൃത്യമായ രേഖകൾ ഉണ്ടായിട്ട് അത് അട്ടിമറിക്കപ്പെട്ടതല്ലേ? എന്തിന് CBI ഓഫീസറെ പോലും, CBI SP നന്ദകുമാർ നായരെ പോലും ആ രേഖ പോലും കോടതിയിൽ എത്തിക്കാതെ അട്ടിമറിച്ചത് ആരാണ്? ഇപ്പോഴത്തെ BJP നേതാവായ നമ്മുടെ DIG ശ്രീലേഖ, അന്നത്തെ DIG ശ്രീലേഖയ്ക്കൊക്കെ പങ്കില്ലേ? അപ്പോൾ ഇവരെല്ലാവരും ഒരു ഒത്തുകളിയാണ് ഇത്തരം കേസുകളിലെല്ലാം. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇരയായ പെൺകുട്ടികളെ കൊല്ലുന്നതിനോ കുടുംബത്തെ കൊല്ലുന്നതിനോ യാതൊരു മടിയില്ല. അതിൻ്റെ ഏറ്റവും വലിയതാണ് കവിയൂർ കേസ്. 5 അംഗ കുടുംബത്തെ കൊന്നതാണ്. ഇതേപോലെ തന്നെ വാളയാർ കേസിൽ ആ 2 പെൺകുട്ടികളെ കൊന്നതാണ്. എന്തിനു വേണ്ടി? തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു തെളിവുമില്ല. അപ്പം പോലീസും സംവിധാനവും പിണറായി വിജയന് ആരെങ്കിലും CPM നേതാക്കന്മാർ ഇത്തരം പെൺവാണിഭം നടത്തിയെങ്കിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ അവരെ രക്ഷിക്കും. മറുഭാഗത്ത് എന്തിനാ ഹോസ്പിറ്റലിൽ വെച്ച് ബലാത്സംഗം ചെയ്ത കേസിൽ എന്താ പ്രതികളായ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള വീണ ജോർജ്? ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടെ നിരപരാധിയായ ഒരാളാണെന്ന് മാസങ്ങൾ കഴിഞ്ഞ് 8-9 മാസം കഴിഞ്ഞിട്ട് പരാതി കൊടുക്കുന്നത്. അന്നൊന്നും ഈ പെൺകുട്ടിക്ക് ബോധമില്ല. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ട് പരാതി കൊടുക്കുന്ന എന്താ? ഈ രാഹുൽ മാങ്കൂട്ടം വേറെ പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് കാണുമ്പോൾ അപ്പം പ്രതികാരമുണ്ടായി. അപ്പം മൊത്തത്തിലൊരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഇവർക്കെതിരെ 20 കോടി രൂപയ്ക്ക് കേസ് കൊടുക്കുന്നു. നേരത്തെ ഷഹനാസിനെതിരെ 10 കോടി രൂപയ്ക്കാണ് നോട്ടീസ് അയച്ചത്. ഇവിടെ 20 കോടി ഇവർക്കും 20 കോടി മൂന്നാമത്തെ പ്രതിക്കുമെതിരെ കേസ് കൊടുക്കുന്നു. രണ്ടാം പരാതിക്കാരി ഒരിക്കലും അവർ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തില്ല. മാത്രമല്ല അവരൊരിക്കലും പോലീസ് സ്റ്റേഷൻ പോകാൻ ആഗ്രഹിച്ചില്ല എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കേസ് പൊട്ടിപ്പൊളിഞ്ഞു പോയി. തീരെ ആ കുട്ടി തന്നെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ആ രണ്ടാമത്തെ കുട്ടിക്കെതിരെ എന്ത് നടപടി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ 3 പെൺകുട്ടികളുമായിട്ടും രാഹുൽ മാങ്കൂട്ടം ശാരീരികമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് സ്വയം സമ്മതിച്ചിട്ടുള്ളതാണ്. ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. സാധാരണ എല്ലാവരും പറയുന്നത് ഞാൻ ബന്ധമില്ല. സത്യസന്ധമായി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞെന്താ, ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ഇവർ പെൺകുട്ടികൾ പൊളിഞ്ഞു പോകുന്നത്. സാധാരണ പെൺകുട്ടികൾ ഇതാവുന്നത് എങ്ങനെയാ? അവർ തെളിയിക്കേണ്ട ബാധ്യത ഇവരെയാണ്. ഞങ്ങൾ ശാരീരിക ബന്ധം പുലർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ആരാണോ പ്രതി സമ്മതിക്കാറില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞെന്താ, ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പരസ്പര അറിവോട് കൂടിയിട്ടാണ്. ഇന്ത്യയിലെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച്, സുപ്രീം കോടതി വിധികളനുസരിച്ച് ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് അതാണ് കോടതിയിൽ വാദിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ സുപ്രീം കോടതിയുടെ വിധികൾ, അതായത് ഏറ്റവും ജസ്റ്റിസ് നാഗരത്നയുടെ വ്യക്തിയിൽ എന്താ പറഞ്ഞത്, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുറ്റകരമല്ല, ബലാത്സംഗമല്ല, ഗർഭിണിയായ കുറ്റകരമല്ല. ഇവിടെ ഏറ്റവും രസകരമായ കുട്ടി പറഞ്ഞത് ഈ ഗർഭചിത്രം നടത്തിയത് രാഹുൽ മാങ്കൂട്ടം നിർബന്ധിച്ചു എന്നാണ്. പക്ഷെ ആ കുട്ടിയുടെ ഓഡിയോ സംസാരിക്കുന്ന രേഖ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ മൊത്തത്തിലെടുത്തപ്പോൾ ഈ 3 കേസുകളും കൊണ്ട് ഏറ്റവും തിരിച്ചടി കിട്ടിയത് പിണറായി വിജയന്റെ പാവാട രാഷ്ട്രീയമാണ്. പാവാട പൊക്കിയുള്ള രാഷ്ട്രീയമാണല്ലോ ഇതൊക്കെ. ശരിക്കും പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യാണ് ഇവർ പിണറായി വിജയൻ. അതായത് തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അദ്ദേഹം ഉമ്മൻചാണ്ടി എങ്ങനെയാണോ വെട്ടിയാടിയത്
അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടാൻ പോയിട്ട് അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടിയത് ജനങ്ങളുടെ കംപ്ലീറ്റ് എതിർപ്പോടെ കൂടിയിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസ് വന്ന് ഇവിടെ എത്ര ജനകീയ വിഷയങ്ങളുണ്ട് ഉന്നയിക്കാനായിട്ട്. അതിനൊക്കെ പകരം ഇത്തരത്തിലുള്ള പാവാട പൊക്കിയിട്ടുള്ള രാഷ്ട്രീയം എന്തൊരു ജുഗുംസാവഹമാണ്. അതായത് ശബരിമല കൊള്ള വന്നപ്പോൾ അതിനെ മറികടക്കാൻ പിണറായി വിജയൻ കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു. പക്ഷെ രണ്ടിലും തിരിച്ചടി കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കൃത്യമായിട്ട് വാദിക്കാൻ അഡ്വക്കേറ്റ് എസ് രാജീവിനെ പോലുള്ള ആളുകൾ കോടതിയിലെത്തി. അഡ്വക്കേറ്റ് എസ് രാജീവ് എഴുന്നേറ്റ് നിന്ന് കൃത്യമായി സുപ്രീം കോടതിയിലെ വിധികൾ ഓരോന്ന് ഉദ്ധരിച്ചതാക്കിയപ്പോൾ എതിരാളികൾക്കൊന്നും പറയാൻ, പ്രോസിക്യൂട്ടർ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കോടതി ചോദിച്ചല്ലോ, നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? ഈ തെളിവ് ഇങ്ങനെ ആ പെൺകുട്ടിയുടെ തെളിവ് പ്രകാരം ഈ പെൺകുട്ടി കൃത്യമായി അറിവോടും സമ്മതത്തോടും കൂടിയിട്ടല്ലേ പോയത്. സുപ്രീം കോടതി വിധി പ്രകാരം എന്താണ് അതിൻ്റെ അകത്ത് നിയമപ്രകാരം അല്ലാത്ത എന്താ ഉള്ളത്? ബലാത്സംഗമാണെന്ന് എന്ത് തെളിവാണുള്ളത്? ഇല്ല. ഇപ്പം ഈ കേസ് എടുത്ത പോലീസിനാണ് എതിരെ കേസ് കൊടുക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടം ക്രിമിനൽ കേസ് കൊടുത്താൽ പിണറായിയും കൊടുങ്ങും, പോലീസും കൊടുങ്ങും, ഈ പെൺകുട്ടിയും കൊടുങ്ങും. എത്ര വർഷമാണോ പിണറായി ഈ ബലാത്സംഗ കേസിൽ ഒരു പ്രതിയായ രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കിടക്കേണ്ടി വരുന്നുണ്ടായിരുന്നവോ അതേ 15 വർഷമാണ് ഇരിക്കുക, ജീവപര്യന്തമാണ് ഇരിക്കുക. അത്രയും വർഷം, പ്രത്യേകിച്ചും ഗർഭിണിയായ പെൺകുട്ടിയുടെ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നത് ക്രൂരമായ ബലാത്സംഗമാണ്, ക്രൂരതയാണ്. അതിന് 15 കഠിന തടവാണ്, 10 വർഷം, ഈ 10 ലക്ഷം രൂപ വരെ പിഴയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ 20 വർഷം ജയിൽ ശിക്ഷ കിട്ടാന്ന് പോകുമ്പോൾ ആർക്ക് കിട്ടും? തിരിച്ച് പെൺകുട്ടിക്കും പിണറായി വിജയനും ഗൂഢാലോചന നടത്തിയ എല്ലാവർക്കും കിട്ടും. ഒരാൾക്ക് മാത്രമല്ല, കൂട്ടുനിന്ന എല്ലാവർക്കും കിട്ടും കള്ളക്കേസ് കൊടുക്കുന്നതിന്. അതാണ് ശിക്ഷ വരാൻ പോകുന്നത്. ശരിക്കും ഇതിൽ അതാണ് രാഹുൽ മാങ്കൂട്ടം ആ പോരാട്ടം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേരള ചരിത്രത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമായിരിക്കും. കള്ളക്കേസ് എടുത്ത് പുരുഷന്മാരെ ഇങ്ങനെ വേട്ടയാടുന്ന സമീപനത്തിന് തിരിച്ചടിയായി മാറും. അതിൽ പിണറായി വിജയൻ തന്നെ ഒന്നാം പ്രതിയായി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൽ സ്ത്രീകൾ കൂടി പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നത്. ദയവ് ചെയ്തിട്ട് ഇനി ഇത്തരം വിഷയങ്ങളാണെങ്കിൽ കേസ് കൊടുക്കാതിരിക്കുക. കാരണം ആർക്കെതിരെയാണോ കേസ് കൊടുത്തിരിക്കുന്നത് അവർ സുഖകരമായിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അല്ല, ജനങ്ങളുടെ പിന്തുണ അവർക്ക് കിട്ടുന്നു. രാഹുൽ മാങ്കൂട്ടന് കിട്ടിയ പിന്തുണ ഞെട്ടിക്കുന്നതാണ് കേരളത്തിൽ. അദ്ദേഹം ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യം വാർത്ത വന്നപ്പോൾ എല്ലാവരും കൂടെ കിടന്ന് എന്തൊക്കെ കാണിച്ചു. CPM ഭയങ്കരമായി സമരം നടത്തിയില്ലേ, അദ്ദേഹത്തിൻ്റെ ഓഫീസ് വളഞ്ഞില്ലേ, BJP വളഞ്ഞില്ലേ. ഇപ്പം എവിടെ പോയി അവരൊക്കെ? എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി. മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിച്ചില്ലേ, പുറത്ത് പ്രസംഗിച്ചില്ലേ. മുഖ്യമന്ത്രി പോലുള്ള ഒരാൾ ഇങ്ങനത്തെ ആഭാസത്തിനൊക്കെ കൂട്ടുക്കാൻ പാടു. അദ്ദേഹം നിയമത്തിനനുസരിച്ച് ജീവിക്കേണ്ട, പ്രവർത്തിക്കേണ്ട ആളല്ലേ, നിയമം നടപ്പിലാക്കേണ്ട ആളല്ലേ. അദ്ദേഹമല്ലേ ഏറ്റവും ഒന്നാമത്തെ കുറ്റവാളി. അതിനെതിരെ വാർത്ത പ്രസിദ്ധിച്ച എന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. IT Act 67 പ്രകാരം അതിൽ ഈ അതേപോലെ തന്നെ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വിധി പറഞ്ഞ എന്താ, ഈ വകുപ്പേ നിൽക്കില്ല എന്നുള്ളതാണ്. പിണറായിയുടെ പാവാട രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞാൽ, പിണറായിയുടെ പാവാട പൊക്കി ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഇത്ര വൃത്തികെട്ട ജുഗുപ്സാപരമായ കാര്യങ്ങൾക്കെതിരെ വാർത്ത ചെയ്താൽ അത് എങ്ങനെ IT Act 67 ആവുമെന്നാണ് ചോദിച്ചത്. അപ്പൊ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരാൾ ആഭാസനായി തീരുകയാണ്. എന്ത് വൃത്തികേടും കാണിച്ച് എതിരാളികൾക്കെതിരെ കള്ളക്കേസ് എടുക്കുക. ആ കള്ളക്കേസ് എടുത്തതിനൊക്കെ തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ജനങ്ങൾ പിണറായി വിജയനെ വെറുക്കുന്നു എന്ന് അറപ്പും വെറുപ്പോടു കൂടി കാണുന്നു വെച്ചാൽ ഇത്തരം പ്രതികാരം തീർക്കാൻ വേണ്ടി പാവാട രാഷ്ട്രീയം കളിച്ചതിന്റെ ഭാഗമാണ്. ഒരിക്കൽ നമ്മുടെ ഉമ്മൻചാണ്ടിയോട് കളിച്ചു, അത് പബ്ലിക്കായി കഴിഞ്ഞു കള്ളമായിരുന്നു എന്ന്. ഒരു തെളിവ് പോലും ഹാജരാക്കാൻ പറ്റിയില്ല അവസാനം. എന്നാൽ സരിതാ നായരിലുള്ള ഒരു കുട്ടി ഉണ്ടായിട്ടുള്ള മന്ത്രി ഗണേശൻ ഒരു കുട്ടി ഉണ്ടായിട്ടുള്ള സരിതാ നായർ, ആ സരിതാ നായരെ കുട്ടി ഉണ്ടായിട്ടുള്ള അല്ലീഗലായ കുട്ടിയുടെ പിതാവ് ഗണേശന്റെ ആരകൂടിയാണ്, പിണറായിയുടെ വലതുഭാഗത്താണ്. സ്വന്തം ഭാര്യയെ നാഭിക്ക് ചവിട്ടി ക്രൂരമായി പീഡിപ്പിച്ച റിയാസ് ഇടതുഭാഗത്താണ്. സ്വന്തം മകളുടെ ഭർത്താവാണ്. ഇങ്ങനത്തെ പീഡക വീരന്മാരുടെ മുമ്പ് കൊണ്ട് വെച്ചിട്ടാണ് ശശിയെ പോലുള്ള സ്വന്തം MLA മകളെ പീഡിപ്പിച്ച ഒരാളാണ്. അതിന്റെ റിപ്പോർട്ട് പിണറായി വിജയന്റെ കൈവശമാണ്. ഞാൻ ശശിക്കെതിരെ ഒന്നും പറയരുത് ദയവ് ചെയ്തിട്ട്. ശശിക്കെതിരെ റിപ്പോർട്ടുണ്ട്. അല്ല, പറയരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് എടുക്കും. അല്ല, അതുകൊണ്ട് ശശിക്ക് നമ്മളെല്ലാവർക്കും പേടിയാണ്. ദയവ് ചെയ്തിട്ട് ശശിക്കെതിരെ ഒന്നും പറയും. എനിക്കെതിരെ കേസ് എടുക്കണമെന്ന് ഞാൻ പ്രത്യേകം വിനയപൂർവ്വം അഭ്യർത്ഥി. ഞാൻ കണ്ണൂർ കോടതിയിൽ കൊണ്ടുപോയി പരാതി കൊടുത്ത ആളാണ് ഞാൻ. എന്താ പരാതി തള്ളാൻ കാരണം? ഈ റിപ്പോർട്ട് പിണറായി വിജയൻ പൂഴ്ത്തി വെച്ച് കോടതിയിൽ എത്തിച്ചില്ല. അത്തരം റിപ്പോർട്ടുകളെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ
ചെയ്താൽ അതൊക്കെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. സ്വന്തം MLA-യുടെ മകളെയാണ് പാർട്ടിയുടെ ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ പത്രപ്രവർത്തകയായിട്ടുള്ള അതിജീവിത 1, 2, 3 തവണ പോയി എന്നാണോ? 3 4 5 അപ്പോ റിപ്പോർട്ടിലതാണ് പറഞ്ഞത്. അല്ല, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരിപ്പോ ഇതിൽ പറയുന്നുണ്ട് ഒരു സാഡിസ്റ്റ് ആണ്, പിന്നെ അതുപോലെ എന്താണ് ഭയങ്കര ലൈംഗിക വൈകൃതമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാളെ ഈ പെൺകുട്ടി, സാഡിസ്റ്റ് ആയിട്ടുള്ള ലൈംഗിക വൈകൃതമുള്ള ആളെ ഈ പെൺകുട്ടി ഇഷ്ടപ്പെട്ടിരുന്നു എന്നല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്? 1, 2, 3 തവണ അയാളുടെ അടുത്ത് പോകുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരാളും കല്യാണം കഴിക്കാനായ ആളും അവസാനം മാസങ്ങൾക്ക് ശേഷം വേറൊരു പെൺകുട്ടിയെ ബന്ധം വരുന്നു എന്ന് പറയുമ്പോഴാണ് ഈ എന്തിനും തയ്യാറായി പ്രതികാരമായി ഇറങ്ങുന്നത്. അപ്പം ഈ പെൺകുട്ടികളുടെ ആനപ്പക എന്ന് പറയുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് അറിയാമോ? അവർ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷൻ അവര് ലംഘിച്ചുകൊണ്ട് അവരല്ല വേറെയും പെൺകുട്ടികൾ ഉണ്ടെന്ന് അറിയുമ്പോൾ അവർക്ക് പല പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾക്ക് എന്തിനും തയ്യാറാവാണ്. എനിക്കറിയാം പല പോലീസ് ഓഫീസർമാരും സ്വന്തം ഭാര്യ തന്നെ ഭർത്താവിനെതിരെ കേസുമായി ചെന്നിട്ട് ഭർത്താവിന് വേറെ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് കേസുമായി ചെല്ലുകയാണ് പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് ആ പോലീസുകാർ ഈ ഭാര്യയെ ദുരുപയോഗം ചെയ്തതിൻ്റെ എത്രയോ കഥകൾ എനിക്കറിയാം. അവിടുത്തെ പോലീസുകാർ എൻ്റെ അടുത്ത് വരുന്നെന്നുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷെ ഭാര്യമാർക്ക് എന്തിനും തയ്യാറാണ്. ഈ പ്രതികാരം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശാപമാണ്. അവർ പ്രായോഗികമായിട്ട് എന്താണ് പ്രശ്ന പരിഹാരം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്, അത് പരിഹരിക്കാനല്ല ശ്രമിക്കുന്നത്. പരസ്പരം എന്തുകൊണ്ടുണ്ടാകും പെൺകുട്ടികൾക്കുള്ള ഇത്തരത്തിലുള്ള കൂടുതൽ നിയമപരമായിട്ടുള്ള അവർക്ക് സപ്പോർട്ട് അത് ദുരുപയോഗം ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് പലപ്പോഴും. അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ ഈ പെൺകുട്ടി അനുഭവിക്കാൻ പോണത്. എന്തായാലും ഈ ഒരു വിഷയം അങ്ങിപ്പോൾ ഉന്നയിച്ച പോലുള്ള ഈ പാവാട രാഷ്ട്രീയത്തിൻ്റെ ഒരു മോശപ്പെട്ട വശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള സഖാക്കന്മാർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അല്ല, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിലെ CKP പത്മനാഭൻ്റെ മകളെ പീഡിപ്പിച്ചതിന് അദ്ദേഹം ഒരു പേഷ്യൻ്റായി മാറി. അദ്ദേഹം ഇങ്ങനെ ആയതിന് കാരണം ആ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. P ശശി എവിടെയാണ് പീഡിപ്പിച്ച ആള്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഒളുപ്പം മാനം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ ആളെ അവിടെ കൊണ്ടിരുത്തുമോ? പിണറായിന്റെ സകല രഹസ്യങ്ങൾ അറിയുന്നുള്ള എന്തിന് പിണറായി വിജയന് എതിരെ ഒരു ആൺകുട്ടി പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ലോറൻസ് ആണ്. MM ലോറൻസും PT തോമസും എൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. എന്തിന് അദ്ദേഹത്തിന് സ്വന്തം വീടിന്റെ അടുത്തിരിക്കുന്ന ഒരാൾ എപ്പോഴും റെഡിയാണ് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട്. പേടിയാണ്, അയാൾ തുറന്നു പറയാൻ റെഡിയാണ്. ആരാന്നുള്ളത് പിണറായിക്ക് അറിയാം. പിന്നെന്താ വേണ്ടത്? അങ്ങനെയുള്ള മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഇതൊക്കെ പ്രതീക്ഷിക്കാം. ആളുകളെ, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ മുമ്പ് സന്ദേശം സിനിമയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പം നടത്തിയിട്ടുള്ളത്. അത് 100% സത്യമാണെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ ശ്രീനിവാസനെ വളരെ തൊഴുതോടെ നിൽക്കുകയാണ് ഇപ്പം വേണ്ടത്. കാരണം ആ സിനിമയിൽ പറയുന്നത് എന്താ, പുതിയതായി വരുന്ന ചെറുപ്പക്കാരെ അവരെ നശിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം എന്താ, ഒരു ലൈംഗിക പെണ്ണ് കേസാണ്. അതാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ എന്ന് പറയുന്ന അതാണ് കേരളം കണ്ട ഏറ്റവും അധമനായ വൈകൃതങ്ങൾ നിറഞ്ഞ മനസ്സിന്റെ ഉടമയാണ് പിണറായി വിജയൻ എന്ന് തെളിയിച്ചതാണ് ഈ രാഹുൽ മാങ്കൂട്ടം കേസ്. ഇത്രയും തിരിച്ചടികൾ കിട്ടിയിട്ടും ഉളുപ്പുണ്ട് അദ്ദേഹത്തിന് നയിക്കുന്നത്. ഉളുപ്പുണ്ട്, അവിടെ ഇരിക്കൂ. ഇതർ MLA ആണ്, അദ്ദേഹത്തോട് കാണിക്കുന്ന മര്യാദ ഇതാണ്. അദ്ദേഹം പ്രതി അകത്താവട്ടെ. എന്ത് ചെയ്യണം? നിയമപരമായിട്ട് കൃത്യമായി മുന്നോട്ട് പോകണം. ആ പെൺകുട്ടി വരുമ്പോൾ എന്തുകൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല എന്ന് വെച്ചാൽ എല്ലാ കാര്യവും ഒന്ന് പഠിക്കണ്ടേ? മുഖ്യമന്ത്രിക്കല്ലേ നാളെ ചീത്തപ്പേര് വരുന്നത്. അദ്ദേഹം നേരിട്ടല്ലേ ചെയ്തത്. SIT-നെ 8 ദിവസം കൊണ്ടല്ലേ നിശ്ചയിക്കുന്നത്. എന്തിന് സരിതാ നായർക്ക്, അതായത് യഥാർത്ഥത്തിൽ ബലാത്സംഗം ചെയ്യുന്ന ആളുകൾ, യഥാർത്ഥത്തിലുള്ള അതിജീവിതകളൊക്കെ എന്താണ് നീതി ലഭിക്കാതിരിക്കുമ്പോൾ ഇതുപോലുള്ള വ്യാജ കേസുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പോരാടാൻ ആൾക്കാരുണ്ട് എന്നുള്ളത്. പിണറായി വിജയനുണ്ട്. പിണറായി വിജയൻ അടുത്ത് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതിയാണ് ചെന്നാൽ മതി. അപ്പം തന്നെ എഴുതി, അപ്പം തന്നെ അന്വേഷിക്കാൻ, അറസ്റ്റ് ചെയ്യിക്കുകയാണ്. ചോദ്യമൊന്നും ഇത്രയൊന്നുമില്ല. എന്തായാലും നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലായിരിക്കുകയാണ്. ഈ 3 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ
ജാമ്യം ലഭിച്ചിരിക്കുന്നു, അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. ഈ ഈ 3 കേസിലും സംഭവിച്ചിരിക്കുന്നത് ബലാത്സംഗമല്ല, അവിടെ സംഭവിച്ചിരിക്കുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു. അല്ല, ഇതിൽ 2 കേസാണ്. ഒരു കേസിൽ ആ പെൺകുട്ടി തന്നെ ഇല്ല എന്നുണ്ട്. ഇപ്പോൾ 3ാമത്തെ പെൺകുട്ടി മുങ്ങി, പോലീസിന് പിടികിട്ടിയില്ല, കാനഡയിൽ അങ്ങോട്ട് വരുന്നില്ല പറഞ്ഞു. ഇപ്പം അതിലും പിണറായി പെട്ടു. ഇനി ആദ്യത്തെ കേസ് മാത്രമാണ് ഉള്ളത്. ഈ ആദ്യത്തെ കേസിലാണ് പിണറായി വിജയൻ അതിദയനീയമായിട്ട് തിരിച്ചടി കിട്ടിയത്, 3ാമത്തെ കേസിലും. അപ്പം ഇപ്പം പെൺകുട്ടികൾ മനസ്സിലായി ഇങ്ങനെ പരാതി കൊടുത്തുകൊണ്ട് സ്വയം നാറി എന്നല്ലാതെ വേറൊന്നും ഉണ്ടാകുന്നില്ല. ഈ ജാമ്യം കൊടുത്തുള്ള വിധികളുടെ പ്രത്യേകത എന്താ അറിയോ? രാഹുൽ മാങ്കുട്ടൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിട്ടുള്ള വിധിയാണ്. അത് എവിടെ ഉണ്ടാവുക? സാധാരണ നമ്മളെ വിചാരണ നടന്ന് അവസാനമാണ് താഴെ കോടതിയിൽ നിന്ന് ഉണ്ടാവുക, വിചാരണ കോടതിയിൽ നിന്ന്. ഇത് ഹൈക്കോടതി തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, രാഹുൽ മാങ്കുട്ടൻ കുറ്റക്കാരനല്ല, ബലാത്സംഗം ഇല്ല, ഈ കേസേ പോയി. അപ്പൊ പ്രതി ആരാണ്? സ്റ്റേറ്റിന്റെ ചീഫാണ്, പിണറായി വിജയനാണ്. 1ാം പ്രതി പിണറായി വിജയനാണ് ഇതിൻ്റെ അകത്ത്. ഇതിന് രണ്ടാമതൊരാളില്ല. പിന്നീട് പോലീസുകാരൊക്കെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി കേസ് എടുക്കുന്നു അല്ലാതെ എൻ്റെ പേരിലൊക്കെ എടുത്ത കേസിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേൾക്കണ്ടേ? മുകളിൽ നിന്നുള്ളത് പറഞ്ഞവരെ ഞങ്ങളെടുത്താണ് നന്ദമനസ്, ദയവായി തെറ്റിദ്ധരിക്കരുതെന്നാണ് പറയുന്നത്. കാരണം ഞങ്ങൾക്കറിയാം ഇത് നിലനിൽക്കാത്ത കേസാണ്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കാം. ഇവിടെ നമ്മൾ ഇത് പിണറായി വിജയനിലേക്ക് മാത്രം ഈ വിഷയത്തെ ചുരുക്കി കാണുന്നതിന് പകരം ഇതൊരു സിസ്റ്റത്തിൻ്റെ തന്നെ വലിയ പ്രശ്നമല്ലേ? ഇപ്പം മറ്റ് എതിർ പാർട്ടികളിലുള്ള ആളുകളെ കൊടുക്കുക എന്ന് പറയുന്നത് പല നേതാക്കളുടെയും, പിണറായി വിജയന്റെ മനോഭാവമുള്ള ഒരുപാട് നേതാക്കൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയൻ മാത്രമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പിണറായി വിജയനിലേക്ക് ഒതുങ്ങുന്നതിന് കാരണം എന്താ വെച്ചാൽ, ഉമ്മൻചാണ്ടിയുടെ കേസിൽ പിണറായി വിജയനും ഗണേശനും സരിതയും കൂടെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളതാണെന്ന് ഞാൻ വെല്ലുവിളിച്ച് പബ്ലിഷ് ചെയ്താണല്ലോ. 25 കോടി രൂപ ചെലവാക്കി എന്നുള്ളത് പറഞ്ഞാണല്ലോ. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള വേട്ടകൾ അദ്ദേഹം പോലീസ് അന്വേഷിച്ചു. പോലീസ് പിണറായി വിജയന്റെ കയ്യിലുള്ളതല്ലേ, ക്രൈംബ്രാഞ്ച് കയ്യിലുള്ളതല്ലേ, പിന്നെ അവസാനം CBIക്ക് പരാതി അയച്ചില്ലേ? ഇത് 3 പരാതികൾ അന്വേഷിച്ചു, ഒരു തുമ്പും കിട്ടിയില്ല. പിന്നീട് അദ്ദേഹം ശ്രദ്ധിക്കണ്ടേ ഇത്തരം കേസുകളിൽ? സുപ്രീം കോടതി വിധി എന്താ പറയുന്ന അറിയോ? ബലാത്സംഗ കേസുകളിൽ ബലാത്സംഗ ദുരുപയോഗം ചെയ്യുന്നുണ്ട് പെൺകുട്ടികൾ, അതുകൊണ്ട് പുരുഷന്മാരുടെ ഭാഗം പൂർണ്ണമായി കേട്ടത് സയന്റിഫിക് ആയി എവിഡൻസ് എടുത്ത ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ, അല്ല കേസുമായി മുന്നോട്ട് പോകാവൂ. ഇവിടെ അങ്ങനെയാണോ പിണറായി വിജയൻ ചെയ്തത്? സുപ്രീം കോടതിയുടെ വിധികൾ അനുസരിച്ച് അദ്ദേഹം ബാധ്യസ്ഥനല്ലേ? അപ്പൊ ആരാണ് ഇതിന്റെ ഏറ്റവും വലിയ ചീഫ് എന്ന് പറയുന്നത്? പിണറായി വിജയൻ ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഇത് ഇത്രയും വലിയതായി മാറിയത്? അല്ല ഉണ്ടാവുമോ? അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചത്? എന്ത് വിചിത്രമാണ് നടപടികൾ. അപ്പൊ പിണറായി വിജയൻ തന്നെയാണ് എൻ്റെ ഉത്തരവാദി, വേറെ ആരുമല്ല. PCC ഉണ്ടായിരിക്കാം, പക്ഷെ PCCയെ നിയന്ത്രിക്കേണ്ട ആരാണ്? PCC എന്ന് പറയുന്ന പെൺവേട്ടക്കാരനെ കൊണ്ടെത്തിയിട്ട് ആണ് ഈ പരിപാടിക്ക് നടത്തുന്നതിന് അറിയാലോ, അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ പിണറായി വിജയനാണ് ഇതിന്റെ മുഖ്യപ്രതി, വേറെ ആരുമല്ല. സിസ്റ്റത്തിൽ വേറെ ആളല്ല. സിസ്റ്റത്തെ നന്നാക്കേണ്ട ആരാ? മുഖ്യമന്ത്രിയല്ലേ? സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളായിട്ടല്ലേ പിണറായി വിജയൻ ഇവിടെ കാണേണ്ടത്? അധികാര രാഷ്ട്രീയത്തിന്റെ ഹുങ്കിൽ ഇത്തരം നിയമവിരുദ്ധമായ നടപടികൾ എടുക്കുകയാണ്. അധികാരത്തെ ദുരുപയോഗം ചെയ്തിട്ടല്ലേ അദ്ദേഹം ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ നിർത്തുമ്പോൾ അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. അധികാര രാഷ്ട്രീയത്തിന്റെ ഹുങ്ക് ഒരു നേതാക്കന്മാരും കാണിക്കാതിരിക്കട്ടെ. അല്ല, അത് കാണിക്കുന്നത് ചില സന്ദർഭങ്ങൾ വിജയിച്ചെന്ന്, എല്ലാ കാലത്തും വിജയിക്കില്ല. ഇത്ര നാണം കെട്ട തിരിച്ചടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി കിട്ടാൻ പോണത്, ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു, സ്വന്തം പാർട്ടിക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, സ്വന്തം പാർട്ടി നേതാക്കന്മാർക്കെതിരെ പോലും അവരുടെ മക്കൾക്ക് പോലും നീതി കിട്ടുന്നില്ല. അത് പിണറായി വിജയന്റെ ഒരു കോക്കസാണ് CPM ഭരിക്കുന്നത്. അത് പെൺവേട്ടക്കാരും തട്ടിപ്പുകാരും കൊലപാതകികളും അടങ്ങുന്ന ഒരു കോക്കസ്. അത് ഇവിടുന്ന് നീക്കിയില്ലെങ്കിൽ ഭയങ്കര അപകടം കൂടിയാണെന്നുള്ളതാണ് സത്യം.